എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കുഴിമന്തി. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ 3 സ്റ്റെപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ചിക്കൻ്റെ പ്രിപ്പറേഷനും കുക്കിങ്ങും, സ്റ്റെപ്പ് 2 റൈസിൻ്റെ കുക്കിംഗ്, പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേജ്. നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കണേ. അതിന് എന്തൊക്കെ മസാലകൾ വേണമെന്ന് നമുക്ക് നോക്കാം. പെപ്പർ, ക്യൂമിൻ, ഒരു ക്യാപ്സിക്കം, പിന്നെ മാഗി ക്യൂബ്സ്, കൊറിയാൻഡറും പുതിനയും. ഈ ഗ്രീൻ ക്യാപ്സിക്കം നമ്മുടെ മന്തിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനെ ഡീസീഡ് ചെയ്യാം, എന്നിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ചെറിയതാക്കി കട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വലുതാക്കി ഇടണമെന്നൊന്നുമില്ല. എന്താ വെച്ചാൽ കുഴിമന്തിയുടെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ക്യാപ്സിക്കം നല്ലോണം വെന്തുടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ നമ്മൾ മന്തിയിൽ ഓനിയൻ ചേർക്കില്ല. കുഴിമന്തിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1/2 കിലോ ചിക്കനിന് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് യൂസ് ചെയ്യണത്. അതേപോലെ ചിലർ മന്തി ഉണ്ടാക്കുമ്പോൾ പെപ്പർ കോൺ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ പെപ്പർ ക്രഷ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. നമ്മൾ ഇത്ര ടേസ്റ്റ് ആയിട്ട് മന്തി ഉണ്ടാക്കിയിട്ട് അതിൽ കുരുമുളക് കടിക്കാൻ കിട്ടുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ നമുക്കിനി കൊറിയാൻഡറും പുതിനയും കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം, അപ്പോഴാണ് നമ്മുടെ മന്തിക്ക് നല്ല ഫ്ലേവർ കിട്ടണേ. തീരെ കുറച്ച് അളവിലാണ് നമ്മൾ ഈ ലീവ്സ് ഉപയോഗിക്കുന്നത്. അതും നമ്മുടെ ചിക്കൻ്റെ കൂടെ തന്നെ വെന്തുടഞ്ഞു പോകാനുള്ളതാണ്. ചില മന്തി റെസിപ്പീസിൽ നമ്മൾ മിൻറ്റ് ലീഫോ കൊറിയാൻഡർ ലീവ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്താൽ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാനിവിടെ മാഗി ചിക്കൻ സ്റ്റോക്കാണ് യൂസ് ചെയ്യണത്. നമുക്കതിൽ 2 ക്യൂബ്സ് ഉണ്ടാവും. നമുക്ക് 1 ക്യൂബ് മതി. 1/2 കിലോ ചിക്കനിന് 1 ക്യൂബ് മതി. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്, നമ്മുടെ ക്യൂമിൻ, പിന്നെ ക്യാപ്സിക്കം, കൊറിയാൻഡർ, മിൻറ്റും. ഒരു ബൗളിലേക്ക് മാഗി ക്യൂബ് പൊടിച്ചിടാം. മാരിനേഡിൽ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചിടുന്നത്. 1 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തത്, അതേപോലെ 1 ടീസ്പൂൺ ക്യൂമിൻ, ക്യാപ്സിക്കം, കൊറിയാൻഡർ ലീവ്സ്, പുതിന ഹാഫ്, കൊറിയാൻഡറുടെ ഹാഫ് പുതിന മതി. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 120 മില്ലി ഓയിൽ ചേർക്കാം. അടുത്തത് ഓപ്ഷണലാണ്. ഞാൻ ഇതിൽ ഇച്ചിരി റെഡ് കളർ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് ചിക്കനും മസാലയും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗസ്റ്റിനെയോ വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്താൽ മതി. എന്താ വെച്ചാൽ പെർമിറ്റഡ് കളറാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ചേർക്കാണ്ടിരിക്കണതാണ് നല്ലത്. ഇപ്പം നമ്മുടെ ചിക്കനിൽ മസാലയും കളറൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂർച്ചയുള്ള ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ നൈഫോ എന്തെങ്കിലും ഇട്ട് നമുക്ക് അതിനെ കുത്തി കൊടുക്കാം. ഇതിൻ്റെ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് ഇറങ്ങി അതിൻ്റെ എല്ലിന് വരെ ആ മസാലയുടെ ടേസ്റ്റ് കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഈ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രീ മാരിനേഷൻ ഉണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ റെസിപ്പി കിട്ടും. നമുക്കിനി ഇത് കവർ ചെയ്ത് ഒരു 6 hours, ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓക്കെ, ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കണേ. ഇത് നമുക്ക് നല്ലോണം കഴുകി ഇതിനെ വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ അരി വേവിക്കുമ്പോൾ ഇടാനുള്ള സാധനങ്ങൾ നോക്കാം. ഒരു 4 ഏലക്ക, പിന്നെ ഒരു 4 ഗ്രാമ്പു, 2 ബേ ലീഫ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഡ്രൈ ലെമൺ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ 10 മിനിറ്റായി. ഇനി ചിക്കൻ തുറന്ന് നോക്കാം. ചിക്കൻ്റെ വെള്ളവും ഓയിലൊക്കെ ആയിട്ട് അത് ഹാഫ് ഡൺ ആയിട്ടുണ്ട്. ഇനി മറിച്ചിടാം. അല്ല, നിങ്ങൾ റൈസ് വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നിട്ടില്ലല്ലോ. ഇനി അങ്ങോട്ട് ചിക്കൻ തുറന്ന് വെച്ചാണ് വേവിക്കണത്.
വെള്ളത്തിലിട്ട് വെച്ച അരി ഊറ്റാൻ വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ റൈസ് ബോയിലാവളെ വെള്ളവും വെക്കാം. ചിക്കൻ പീസസ് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ മന്തിയുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അരിയുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച മസാലകൾ, ഗ്രാമ്പും ഏലക്കും അതൊക്കെ ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈ ലെമൺ ഒരു കത്തി കൊണ്ട് ഹാഫായി മുറിച്ചിട്ട് വേണം വെള്ളത്തിലിടാൻ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലോണം റൈസിന് കിട്ടും. ഇനി ഒരു അര ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. റൈസ് വേവുന്നതിൻ്റെ കൂടെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ചിക്കനിൽ ചേർത്ത ക്യാപ്സിക്കവും ആ ലീവ്സും ഒക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. കഴുകി ഊറ്റി വെച്ച അരി നമുക്കിനി വേവിച്ചെടുക്കാം. അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ചാർക്കോൾ കത്തിക്കാൻ വെക്കേണ്ടത്. ചാർക്കോൾ നല്ലോണം കത്തിയാലേ നമ്മുടെ മന്തിക്ക് ആ സ്മോക്കി ഫ്ലേവർ കിട്ടുള്ളൂ. ഓരോ അരിക്ക് ഓരോ വേവാണ്. അപ്പം നമ്മുടെ അരിക്ക് ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. ഒരു ചെറിയ ബൗളിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലിട്ട് നമുക്ക് കലക്കി കൊടുക്കാം. ഇത് നമ്മുടെ മന്തിക്ക് നല്ല നാച്ചുറൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുഴിമന്തിക്കുള്ള നാച്ചുറൽ കളർ റെഡി. അപ്പോൾ റൈസ് എന്തായെന്ന് നോക്കാം. നമ്മുടെ റൈസ് ഊറ്റാം. ഇതൊരു 80% ആയിട്ടുണ്ട്. ബാക്കി ദം ചെയ്യുമ്പോൾ ആയിക്കോളും. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ റൈസ് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. ഇത് ദം ചെയ്യുമ്പോൾ റൈസിൻ്റെ ബാക്കി കുക്കിങ്ങിനെ സഹായിക്കും. ഇനി മഞ്ഞൾപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചർ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കളർ ഞാൻ ഇതിലും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇതിൽ കൂടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്മോക്കി ഫ്ലേവറും ആ ആവിയിലൊക്കെ വേകുമ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. റൈസ് ഊറ്റുമ്പോൾ മാറ്റി വെച്ച ഡ്രൈ ലെമൺ ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത ചില്ലിക്ക് ഒട്ടും എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കണേ. എരിവുള്ള ചില്ലി ആണെങ്കിൽ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ തരി കളഞ്ഞിട്ട് ഇട്ടാൽ മതി. ബാക്കിയുള്ള റൈസും കൂടി ഞാൻ ലെയർ ചെയ്യാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കി കറക്റ്റായി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലേവറുള്ള കുഴിമന്തി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാനൊരു ചിരട്ട ഇറക്കി വെക്കുകയാണ്. അത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം. അതേപോലെ നിങ്ങൾ ഇത് വെക്കുമ്പോൾ ഒരു കണ്ണുള്ള ചിരട്ട വെക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുറച്ചും കൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പുറത്തെ സ്റ്റവിൽ നമ്മൾ ചാർക്കോൾ ചൂടാക്കാൻ വെച്ച് നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ദം ചെയ്യാൻ എപ്പോഴും ചൂട് കട്ടിയുള്ള പാത്രം വേണം. ഇവിടെ ഞാൻ ഒരു ചപ്പാത്തി ചുടുന്ന തവയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഗ്രീൻ ചില്ലിയും കൂടി ഇടുന്നുണ്ട്. ആ ഗ്രീൻ ചില്ലി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇതിടാൻ മറക്കരുത്. ഇനി നമുക്ക് ചാർക്കോൾ പ്ലേസ് ചെയ്യാം. അതിലൊരു സ്പൂണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ അത് കവർ ചെയ്ത് വെക്കണം. അലുമിനിയം ഫോയിൽ ചാർക്കോൾ വെക്കണേക്കാളും മുമ്പ് തന്നെ അടുത്ത് റെഡിയാക്കി വെക്കണം. ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ദം ചെയ്യാൻ വെക്കാം. ഇവിടെ ഞാൻ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന ഒരു പാൻ ഉണ്ട്, അതാണ് വെച്ചേക്കണത്. ചപ്പാത്തിയുടെ തവയുടെ മുകളിലാണ് വെച്ചേക്കണത്. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ദം ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മന്തി റെഡി. നമുക്ക് തുറക്കാം. നല്ല കൊതിപ്പിക്കണ മണമാണ് വരണേ. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. സൂപ്പർ അമ്മ, സൂപ്പർ. കണ്ണുള്ള ചിരട്ട, സ്റ്റീൽ പാത്രത്തിൻ്റെ പകരമായിട്ട് നമ്മൾ കണ്ണുള്ള ചിരട്ട യൂസ് ചെയ്തത് നമ്മുടെ റൈസിലേക്ക് മാക്സിമം ആ സ്മോക്കി ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറക്കാണ്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇനി ചിരട്ടെടുത്ത് മാറ്റാം. എന്നിട്ട് കുഴിമന്തി ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നമ്മുടെ റൈസ് ഒന്നുപോലും പൊടിഞ്ഞിട്ടില്ല. നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം റൈസ് സെർവ് ചെയ്യുമ്പോൾ എടുക്കാൻ. അതുപോലെ നമുക്ക് ഈ ഗ്രീൻ ചില്ലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്തിയുടെ കൂടെ കടിച്ച് കഴിക്കാം. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ ബസ്മതി റൈസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഇട്ട മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ചിലർ സെല്ല റൈസ് യൂസ് ചെയ്യും. അതാവുമ്പോൾ കൂടുതൽ നേരം സോക്ക് ചെയ്യാൻ വെക്കണം. കൂടാതെ മസാലയുടെ ആ ഫ്ലേവർ അത്രയധികം കിട്ടണം എന്നില്ല. കുഴിമന്തി കഴിക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. അത് അടുത്ത വീഡിയോയിലിടാം. എല്ലാവരും ഇട്ടാക്കി നോക്കൂലേ, എങ്ങനെ ഉണ്ടാകുന്നു പറയണ. Thank you for watching our video.